ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബോച്ചേട്ടി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുന്നതാണ്. ഇതിന് മുന്നേ ഞാൻ ബോച്ചേട്ടി ഓൺലൈനായിട്ട് വാങ്ങുന്നതിനെ കുറിച്ചിട്ട് 2 വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിന് താഴെ ഒരുപാട് പേര് പല സംശയങ്ങളും ചോദിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർത്തുകൊണ്ട് ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഓൺലൈനായിട്ട് ബോച്ചേട്ടി നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് വാങ്ങാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ വളരെ കൃത്യമായിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് നമ്മുടെ ഫോണിൽ ബ്രൗസർ ഓപ്പൺ ചെയ്ത് bochetti.com എന്ന സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗത്തായിട്ട് തന്നെ സൈൻ ഇൻ ഓർ രജിസ്റ്റർ എന്ന ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ അക്കൗണ്ട് എടുക്കാത്തവർ താഴെ കാണുന്ന സൈൻ അപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഇത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇനി ലോഗിൻ ചെയ്യുന്ന ഓപ്ഷൻ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. പിന്നെ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് നമുക്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ടുള്ളത്, പാസ്വേഡ് അതുപോലെ OTP. പാസ്വേഡ് നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ OTP മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഞാനിവിടെ OTP മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ലോഗിൻ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം OTP ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP നമ്പർ താഴെ കാണുന്ന ആ ഒരു ഫീൽഡിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ലോഗിൻ ആയതായിട്ട് കാണാം. ഇനി പാസ്വേഡ് മെത്തേഡിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്യുകയാണ്. ഇനി വീണ്ടും ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള പാസ്വേഡ് കൂടെ കൊടുത്തിട്ട് സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി ഈ സൈറ്റിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ 3 ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ മൈ ടിക്കറ്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആദ്യം കാണിക്കുന്നത് പെൻഡിങ് എന്നാണ്. പെൻഡിങ് എന്നാൽ നമുക്കിനി ഏതെങ്കിലും ലക്കി ഡ്രോയിൽ നമ്മുടെ ടിക്കറ്റ് പങ്കെടുക്കാനുണ്ടെങ്കിൽ ഇവിടെ പെൻഡിങ് എന്ന് പറഞ്ഞ ലിസ്റ്റിൽ ഇവിടെ കാണിക്കും. എനിക്കിവിടെ പെൻഡിങ് ടിക്കറ്റ്സുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഭാഗം ബ്ലാങ്ക് ആണ്. ഇനി നമുക്ക് ആ ടിക്കറ്റ് സ്റ്റാറ്റസിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ ടിക്കറ്റുകളും എനിക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാം. അത് ചില ടിക്കറ്റുകൾ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുപോലെ എനിക്ക് ഒരു ടിക്കറ്റിന് 100 രൂപ എനിക്ക് ഇവിടെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിവിടെ യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചില ടിക്കറ്റുകൾ എനിക്ക് വീണ്ടും ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ കളറിലും കാണിക്കുന്നതായിട്ട് കാണാം. അതായത് ഇത് നറുക്കെടുക്കുന്ന സമയം ഏകദേശം രാത്രി 10:30 മണിക്കാണ്. ആ ഒരു സമയത്ത് നമുക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ യെല്ലോ കളറിലാണ് കാണിക്കുക, കൺഗ്രാജുലേഷൻസ് യു ഹാവ് വൺ 100 റുപ്പീസ് എന്ന് പറഞ്ഞിട്ട്. ഇത് പിറ്റേ ദിവസമാണ് നമ്മുടെ വാളറ്റിലേക്ക് ഈ പ്രൈസ് മണി ആഡ് ആവുക. അതിനുശേഷമാണ് അത് ഗ്രീൻ കളറിൽ ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അത് നിങ്ങളുടെ വാളറ്റിലേക്ക് ആഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്കൊരു SMS കൺഫർമേഷനും കൂടി വന്നിട്ടുണ്ടായിരിക്കും. ഇനി മുകളിൽ മൈ ബാലൻസ് എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് 2 ഓപ്ഷനുകൾ കാണാം. ഇവിടെ ഡെപ്പോസിറ്റ് എന്നും വിന്നിംഗ് എന്ന് പറഞ്ഞിട്ടും. ഇതിൽ ഡെപ്പോസിറ്റ് എന്ന ഭാഗത്ത് നമ്മൾ ടിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടി ആഡ് ചെയ്യുന്ന എമൗണ്ടാണ് ഡെപ്പോസിറ്റ് കോളത്തിൽ നമുക്കിവിടെ കാണാൻ പറ്റുക. തൊട്ട് താഴെ കാണുന്ന വിന്നിംഗ് കോളത്തിൽ നമുക്ക് പ്രൈസ് മണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 രൂപ ഇതിലേക്കാണ് ഇനി ആഡ് ആയിട്ട് വരിക. അവിടെ 20 രൂപ കാണിക്കാൻ കാരണം ഞാൻ ഇതിന് മുന്നേ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ള 100 രൂപയിൽ നിന്നും ഞാൻ 2 തവണ ടിക്കറ്റുകൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ 80 പോയതിന് ശേഷമുള്ള 20 ആണ് അവിടെ പെൻഡിങ് കാണിക്കുന്നത്. ഇനി ഈ മൈ ടിക്കറ്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾ എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് വിന്നിംഗ് എന്ന് പറഞ്ഞിട്ട് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഏതിനൊക്കെയാണോ പ്രൈസ് കിട്ടിയിട്ടുള്ള ടിക്കറ്റുകൾ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റുകൾ മാത്രം നമുക്കിവിടെ കാണാം. ഇവിടെ കാണാം, ഇവിടെ താഴെ ബാക്കിയുള്ള 3 എണ്ണവും ഗ്രീൻ കളറിലാണ്. അതെല്ലാം എൻ്റെ വാളറ്റിലേക്ക് വന്നതാണ്. ഇനി ഒരെണ്ണം വാളറ്റിലേക്ക് വരാനുണ്ട്, അതാണ് യെല്ലോ കളറിൽ കാണുന്നത്. ഇനി ടിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ക്യാഷ് ആഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഡെപ്പോസിറ്റ് കോളത്തിൽ ആഡ് ക്യാഷ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ കറണ്ട് ബാലൻസ് 0 കാണാം. ഇവിടെ നമുക്ക് എത്ര എമൗണ്ട് ആണ് ആഡ് ചെയ്യേണ്ടത് ആ എമൗണ്ട് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് കാണുന്ന എമൗണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കറക്റ്റ് ഒരു ടിക്കറ്റ് വാങ്ങാനായിട്ട് മാത്രം 40 രൂപ ആഡ് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം താഴെ സെലക്ട് പേയ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ വന്നതായിട്ട് കാണാം. ഇതിലാദ്യമായിട്ട് തന്നെ നമുക്കിവിടെ ഷിപ്പിംഗ് ഇൻഫർമേഷൻ എന്ന ഭാഗത്ത് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും മൊബൈൽ നമ്പറൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ സിപ്പ് കോഡ് എന്ന ഭാഗം പലർക്കും കൺഫ്യൂഷൻ ഉള്ളതായിട്ട് ഞാൻ കമൻസിൽ കണ്ടു. അത് നമ്മുടെ പിൻ കോഡാണ് ചോദിക്കുന്നത്. അത് കൊടുത്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക.
സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ പേയ്മെൻറ്റ് കൊടുക്കുന്നത് എന്നുള്ള ഓപ്ഷനാണ്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ നെറ്റ് ബാങ്കിങ്, അതുപോലെ വാലറ്റ്, അതുപോലെ UPI എന്ന ഓപ്ഷനൊക്കെ കാണാം. ഇവിടെ നമ്മൾ UPI വഴിയാണ് ഞാനിവിടെ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് മെയിൻലി 2 ഓപ്ഷൻസ് കാണാം. ഒന്ന് സ്കാൻ ആൻഡ് പേ എന്ന ഓപ്ഷൻ കാണാം. അവിടെ ജനറേറ്റ് QR എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു QR കോഡ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ആ പേയ്മെൻറ്റ് നമുക്ക് നടത്താവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കാണുന്ന UPI ID എന്ന ഭാഗത്ത് നമ്മുടെ UPI ID സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. UPI ID എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് നമ്മുടെ ഗൂഗിൾ പേ നമ്മൾ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ ഒരു ഫോട്ടോ കാണാമല്ലോ. നമ്മുടെ പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിന് താഴെ തന്നെ നമ്മുടെ UPI ID കാണാം. അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഈ UPI ID എന്ന ഭാഗത്ത് നമ്മളത് ഒന്നുകിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം മേക്ക് പേയ്മെൻറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനിയുള്ള കാര്യങ്ങൾ വളരെയധികം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഒരിക്കലും തന്നെ നമ്മുടെ ഫോണിലെ ആപ്പോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യാണ്ടിരിക്കുക. മേക്ക് പേയ്മെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ഗൂഗിൾ പേയിൽ നിന്നും ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഒന്നുകിൽ നമുക്ക് ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നില്ല, അല്ലെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ബട്ടൺ ബാക്ക് ചെയ്യാതെ മിനിമൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൽ ഗൂഗിൾ പേ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോച്ചേട്ടിയിൽ നിന്നും ഒരു 40 രൂപയുടെ റിക്വസ്റ്റ് വന്നതായിട്ട് കാണാം. നമ്മൾ പേ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സാധാരണ പേയ്മെൻറ്റ് നടത്തുന്ന പോലെ തന്നെ അത് നമ്മൾ പേയ്മെൻറ്റ് നടത്തുക. പേയ്മെൻറ്റ് ഇപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും പഴയ ക്രോമിലേക്ക് തന്നെ പോവുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ആപ്പ് വീണ്ടും നമ്മൾ സ്വിച്ച് ചെയ്തിട്ട് നമ്മുടെ ക്രോമിലേക്ക് തന്നെ വരിക. ഇവിടെ നമ്മൾ ഒരു കാരണവശാലും ബാക്ക് ബട്ടൺ ഒന്നും പ്രസ് ചെയ്യാതെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പലരും ഇവിടെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടാണ് ഇഷ്യൂ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള സ്റ്റോറിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, കളക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് SMS വന്നിട്ടുണ്ട്, നമ്മുടെ ടിക്കറ്റ് ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്, ആക്റ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഓൺലൈനായിട്ട് ടിക്കറ്റ്സ് എടുക്കേണ്ടത്. ഇനി മൈ ടിക്കറ്റ് എന്ന ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെൻഡിങ് ടിക്കറ്റുകളൊക്കെ നമുക്കിവിടെ കാണിക്കും. പെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലക്കി ഡ്രോന് പോകാൻ പെൻഡിങ് ഉള്ള ടിക്കറ്റ്സാണ് ഇതൊക്കെ. ഞാനിവിടെ വേറെയും കുറച്ച് ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് പ്രൈസ് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടെ വിന്നിങ് എന്ന കോളത്തിൽ നമുക്കവിടെ പ്രൈസ് മണി കാണാം. ഇവിടെ 120 രൂപ എൻ്റെ വിന്നിങ് കോളത്തിൽ നമുക്കിവിടെ കാണാം. ഇനി ഈ ഒരു ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന വിഡ്രോ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും എല്ലാം കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുത്താൽ ഓൾമോസ്റ്റ് ഒരു 24 hours കൊണ്ട് ഈ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഇനി ഈ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട്, ഈ വിന്നിങ് എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ താഴെ ക്ലിക്ക് ഹിയർ ടു ബൈ ടീ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് എത്ര ടീ ആണോ വാങ്ങേണ്ടത് അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മളിവിടെ കൊടുക്കാം. എനിക്കിവിടെ 120 രൂപ ആണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ എനിക്ക് 3 ടീയോളം എനിക്കിവിടെ വാങ്ങാൻ പറ്റും. ഇവിടെ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ബൈ നൗ കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ കണ്ടില്ല, നമ്മുടെ ടിക്കറ്റും നമ്പറും കാര്യങ്ങളെല്ലാം SMS ആയിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ടായിരിക്കും. അത് ആ സ്പോട്ടിൽ അപ്പോൾ തന്നെ നമുക്കവിടെ വരും. ഇനി ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് മൈ ടിക്കറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ആ ടിക്കറ്റ് പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഇപ്പോൾ കാണിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ വിന്നിങ് പ്രൈസിൽ നോക്കിക്കഴിഞ്ഞാൽ ആ 40 രൂപ പോയിട്ട് ബാക്കി 80 രൂപ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് ഇനിയും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിൽ ടിക്കറ്റുകൾ നമുക്കിവിടെ പർച്ചേസ് ചെയ്യാം. എന്തെങ്കിലും കാരണവശാൽ ക്യാഷ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള എറർ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അല്പസമയങ്ങൾക്ക് ശേഷം ഈ ഡെപ്പോസിറ്റ് എന്ന ഭാഗത്ത് എമൗണ്ട് വന്ന് കിടക്കുന്നതായിട്ട് കാണാം. അങ്ങനെ ഡെപ്പോസിറ്റ് കോളത്തിലാണ് എമൗണ്ട് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്ത സ്റ്റെപ്പ് പോലെ തന്നെ ഹോം ബട്ടണിൽ വന്നതിന് ശേഷം ക്ലിക്ക് ഹിയർ ടു ബൈ എ ടീ എന്ന് പറയുന്ന ഓപ്ഷൻ വഴിയും നിങ്ങൾക്ക് ആ എമൗണ്ട് ഉപയോഗിച്ചിട്ട് ടീ വാങ്ങാം. അപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ക്യാഷ് ആഡ് ചെയ്തതിന് ശേഷം ടിക്കറ്റ് നമ്പർ വന്നില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ഈ ഒരു കേസ് ശ്രദ്ധിച്ച് നോക്കുക. അങ്ങനെയുള്ള ഒരു ഡെപ്പോസിറ്റ് കോളത്തിൽ എമൗണ്ട് ആഡ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് ആഡ് ചെയ്യാം. ഇനി ട്രാൻസാക്ഷൻ ഫെയിലായി പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റീഫണ്ട് ആയിക്കോളും. ഇത്തരത്തിൽ നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ടീ കിട്ടുന്നതിനായിട്ട്, അതായത് നമ്മുടെ ചായപ്പൊടി കിട്ടുന്നതിനായിട്ട് നമ്മുടെ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് ഇതുപോലുള്ള ചായപ്പൊടികൾ കിട്ടുന്ന സ്റ്റോറിൻ്റെ ഡീറ്റെയിൽ നമുക്കിവിടെ കാണാം. ഇതിൽ ഏത് ഔട്ട്ലെറ്റിൽ പോയാലും നമ്മുടെ കയ്യിലുള്ള ആ SMS കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, SMS അല്ലെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ടിക്കറ്റ് നമ്പർ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ചായപ്പൊടി കിട്ടും.
നമ്മുടെ ടിക്കറ്റ് നമ്പർ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു OTP ഇടുന്നതായിരിക്കും. ആ OTP നമ്പർ പറഞ്ഞു കൊടുത്താലാണ് നമുക്ക് ഈ ചായപ്പൊടി കിട്ടുക. ഞാനിത് കളക്ട് ചെയ്തത് കാലിക്കറ്റ് പാളയത്തുള്ള ഷോറൂമിൽ നിന്നാണ്. ഇപ്പോൾ ഒരുവിധമുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും തീർന്നുവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയും എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ അതിനെല്ലാം പറ്റുന്ന രീതിയിൽ മറുപടി തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.